നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയൊരു പൊങ്കാല ഇടൽ നടക്കുന്നുണ്ട്. അത് മറ്റാർക്കെതിരെയല്ല, സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീം മാനേജ്മെൻറ്റിനെതിരെ, പ്രത്യേകിച്ചും അതിൻ്റെ ഉടമ കാവ്യക്കെതിരെ അതിഗംഭീരമായ പൊങ്കാലയാണ്. കാരണം മറ്റൊന്നുമല്ല, 100 എന്ന ഇന്ത്യക്ക് പുറത്തുള്ള ഒരു 2020 ലീഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഒരു ടീമുണ്ട്. സൺറൈസേഴ്സ് ലീഡ്സ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഉടമകളും സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ അതേ ഉടമകളാണ്, കാവ്യയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സൺറൈസേഴ്സ് ലീഡ്സ് അവരുടെ ടീമിലേക്ക് പാകിസ്ഥാൻ്റെ താരം അബ്രാർ അഹമ്മദിനെ എടുത്തു. 2.34 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിളിച്ചെടുത്തു അബ്രാർ അഹമ്മദിനെ. അതാണിപ്പോൾ വലിയ പ്രശ്നമായിരിക്കുന്നത്. അബ്രാർ അഹമ്മദ് ചുറ്റിപ്പറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ പൊങ്കാല സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഉണ്ടായിരിക്കുന്നത്. അതിഭീകരമായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് തന്നെ പറയണം. അമ്മാതിരി ഹെയ്റ്റ് ക്യാമ്പയിനാണ് നടക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന നിലയിൽ. അതുമായി ബന്ധപ്പെട്ട് BCCI ഒരു നിലപാടെടുത്തിട്ടുണ്ട്. BCCIയുടെ വൈസ് പ്രസിഡന്റ് രാജേഷ് ശുക്ല എന്നത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ലീഗ് എന്ന് പറയുന്ന IPL ആണ്. ഇവിടെ നടക്കുന്നതിൽ മാത്രമേ നമുക്ക് നിയന്ത്രണമുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു ലീഗിൽ 100 അങ്ങനെ ഒരു ലീഗാണ്. ആ ലീഗിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. അവരുടെ ആ ലീഗിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള താരങ്ങളെ ടീമിലെടുക്കാം. അതിനെക്കുറിച്ച് നമ്മൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല, ഒരു തരത്തിലും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് രാജീവ് ശുക്ല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൺറൈസേഴ്സ് ലീഡ്സിൻ്റെ കോച്ചായിട്ടുള്ള ഡാനിയൽ വെറ്റോറി, അദ്ദേഹം തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കോച്ചും. വെറ്റോറിയും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അബ്രാർ അഹമ്മദ് അസാധാരണ പ്രതിഭയുള്ള ഒരു താരമാണ്, നല്ല വേരിയേഷൻസ് ഉള്ളൊരു സ്പിന്നറാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ടീമിലെടുത്തത് എന്ന് വെറ്റോറിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ മറുപടി കൊണ്ടോ ഈ നിലപാടുകൾ കൊണ്ടോ BCCIയുടെയോ അല്ലെങ്കിൽ വെറ്റോറിയുടെ നിലപാടുകൾ കൊണ്ടോ ഒന്നും സോഷ്യൽ മീഡിയയിലെ പൊങ്കാല അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ശരിയായ രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ അവസാനിപ്പിക്കേണ്ടതാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ലീഗിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായ ഒരു പൊങ്കാല ഇടലാണ് നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം.